How are you? I am fine. Thank you. Okay, very good. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes. Okay. All of you stand up. എന്നിട്ടോ എല്ലാവരും എങ്ങനെയാ നമ്മൾ അസംബ്ലിയിൽ നിൽക്കുന്നത്? അറ്റൻഷൻ ആയിട്ട്. എങ്ങനെയാ നിൽക്കുന്നത് നമ്മള്? അറ്റൻഷൻ ആയിട്ട്. എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിന്നേ. ഒരു മിനിറ്റ് നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. Okay. 5 lines of APJ. I am the best. I can do it. God is always with me. I am a winner. Today is my day. Thank you all. Okay, ഇനി നമുക്ക് വാം അപ്പ് ചെയ്യാം. Okay, hands up, hands down, hands up, hands down, hands up, hands down. Okay, 1, 2, 3, 4, 1, 2, 3, 4. Okay, all of you clap. Stop. Clap. Stop. Jump. Stop. Jump. Stop. Okay, clap and jump. Stop. Clap and jump. Stop. Okay, very good. എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിന്നേ. നിന്നോ എല്ലാവരും? നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ മീറ്റില് എല്ലാവരും എന്ത് നല്ല ഭംഗിയായിട്ട് ടീച്ചറിന് ഒരുപാട് സന്തോഷമായി കേട്ടോ. അസംബ്ലിയില് നല്ല അറ്റൻഷനായിട്ട് നിന്നു. പ്രേയർ സോങ് ചൊല്ലുന്ന സമയത്തും പ്ലെഡ്ജ് പറയുന്ന സമയത്തും കേട്ടോ. നല്ല കുട്ടികളാ. ടീച്ചറിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എല്ലാവരും ഒരുമിച്ച് ടീച്ചറിന്റെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തേ. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ഇനി നല്ലൊരു സ്മൈൽ ചെയ്തേ എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. അത് സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റൈം അങ്ങ് തുടങ്ങിയാലോ. നമ്മുടെ റൈം ഫസ്റ്റ് എന്തൊട്ടുള്ള റൈം നമുക്ക് പാടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? ആർ യു സ്ലീപ്പിംഗ്? ഏതാണ്? ആർ യു സ്ലീപ്പിംഗ്? അപ്പൊ ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോ നമുക്ക് ഒരുമിച്ച് ടീച്ചറും നിങ്ങളും കൂടെ ഒരുമിച്ച് പാടണം. ആക്ഷൻ കാണിച്ച് പാടണം. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട്. ആർ യു സ്ലീപ്പിംഗ്? Are you sleeping? Brother John, Brother John. Morning bells are ringing. Morning bells are ringing. Ding dang dong. Ding dang dong. Okay, next ding dong bell. Okay, start. Ding dong bell. Same action answer pade. Ding dong bell. Pussy's in the well. Pussy's in the well. Who put in her little tummy thin? Who pulled her out little tummy stout? What a naughty boy was that to drown poor pussycat. Okay, next Humpty Dumpty. Okay, start. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king horses and all the
Humpty together again. Okay. Next ഏതാണ്? I hear thunder. Okay, start. I hear thunder. I hear thunder. Oh, don't you? Oh, don't you? Pitter patter raindrops. Pitter patter raindrops. I am wet too. I am wet too. So are you? Okay. Next ഏതാണ്? Mary had a little lamb. അല്ലേ? Mary had a little lamb. Okay, start. Mary had a little lamb, little lamb, little lamb. Mary had a little lamb. Its fleece was white as snow. And everywhere that Mary went, Mary went, Mary went. Everywhere that Mary went, the lamb was sure to go. Okay, next ഏതായിരുന്നു? Row, row, row your boat. Row, row, row your boat gently down the stream. Merrily, 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 life is but a dream. Okay. Last ഏതായിരുന്നു? Ring a ring of roses. Ring a ring of roses. Pocket full of posies. Husha, busha, we all fall down. Okay. അപ്പൊ ഇത്രയും റൈം ആയിരുന്നു അല്ലേ? ഇത്രയും റൈം നമുക്കറിയാം. എല്ലാവർക്കും അറിയാലോ? ഇതിൽ ഏത് റൈം ചോദിച്ചാലും എല്ലാവർക്കും അറിയാലോ? യെസ്. ഓക്കെ. ഇനി നമ്മള് സെക്കൻഡ് ടൈമില് നമ്മൾ എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്തത്? നമ്മള് സെക്കൻഡ് ടൈമില് നമ്മള് മൈ ലെറ്റർ ഐ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? സെക്കൻഡ് ടൈം ടെക്സ്റ്റില് നമ്മള് മൈ ലെറ്റർ ഐ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സും പറയാം. ഐ വെച്ച് നമ്മൾ പഠിച്ച വേർഡ്സുകൾ ഏതൊക്കെയാണ്? അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ. ടെക്സ്റ്റ് എടുത്ത് വെച്ചോളൂ എല്ലാരും. ഫസ്റ്റ് നമ്മളുടെ ഐ, മൈ ലെറ്റർ ഐ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ ഐയും പഠിച്ചു ഇല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ഐ ആൻഡ് സ്മോൾ ലെറ്റർ ഐ നമ്മൾ പഠിച്ചില്ലേ? ഇവിടെ എല്ലാവരും എഴുതി തന്നു. ഐ വെച്ച് നമ്മൾ ന്യൂ വേർഡ്സ് പഠിച്ചു ഇല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമുക്ക് പറയാം. I for ink pot. I for ink pot. I for insect. I for insect. ടീച്ചറോടൊപ്പം എല്ലാവരും പറയണം കേട്ടോ. I for igloo. ടെക്സ്റ്റ് നോക്കി പറഞ്ഞോ. പിക്ചർ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കിനി എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ പിക്ചർ കണ്ടിട്ടല്ലേ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ മൈ ലെറ്റർ ഐ വെച്ചിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? ഐ ഫോർ ഇഗ്ലൂ. നെക്സ്റ്റ് എന്താണ്? ഐ ഫോർ ഇന്ത്യ. ഐ ഫോർ ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ് ഐ ഫോർ ഇൻസ്പെക്ടർ. ഐ ഫോർ ഇൻസ്പെക്ടർ. പിക്ചർ നോക്കിയിട്ടാണോ പറയുന്നത് എല്ലാവരും? യെസ്. ഓക്കെ. ഐ ഫോർ ഇഡ്ലീസ്. ഐ ഫോർ ഇഡ്ലീസ്. ഐ ഫോർ injection. I for injection. Okay, I for index finger. I for index finger. Okay, appo my letter I, capital letter I and small letter I. I after J. My letter J. J പഠിച്ചു ഇല്ലേ? ക്യാപിറ്റൽ ലെറ്റർ J ആൻഡ് സ്മോൾ ലെറ്റർ J നമ്മൾ പഠിച്ചു ഇല്ലേ? ടെക്സ്റ്റ് അടുത്ത പേജ് എടുത്തോ. മൈ ലെറ്റർ J. എന്തൊക്കെ പഠിച്ചു നമ്മൾ J വെച്ച്? J for jug. J for jug. J for jeep. J for jeep. J for jeans.
പിക്ചർ നോക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? J for jeans. Okay. J for joker. Joker. Okay. J for juice. J for juice. J for jet plane. J for jet plane. Okay, J for jelly. J for jelly. J for jacket. J for jacket. Okay, next J after K. Capital letter K and small letter K. എടുത്തോ പേജിലാരും. My letter K. Say loudly. എല്ലാരും ഉറക്കെ പറഞ്ഞേ. My letter K. K for kite. പിക്ചർ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. K for kite. K for kangaroo. K for kangaroo. K for key. K for key. K for king. K for king. K for kettle. K for kettle. Okay. K for kid. K for kid. Text നോക്കുന്നുണ്ടോ എല്ലാവരും? പിക്ചർ നോക്കണം കേട്ടോ. Okay, next K for canal. K for canal. Okay, next K for kiwi fruit. എന്താണ്? K for kiwi fruit. Okay, next my letter L. Capital letter L and small letter L. My letter L. Say loudly. My letter L. Okay. L വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? L for ladder. L for ladder. L for lamp. L for lamp. L for leaf. L for leaf. L for lion. Lion ആരാ? നമ്മളുടെ king of the jungle അല്ലേ? L for lion. L for lizard. L for lizard. L for lock. L for lock. L for lorry. L for lorry. L for lollipop. L for lollipop. Okay, next L after my letter M. Capital letter M and small letter M. എടുത്തോ പേജ്. Okay, my letter M. ടെക്സ്റ്റ് നോക്കി പറഞ്ഞേ. My letter M. M ഒന്ന് തൊട്ട് കാണിച്ചേ ടീച്ചറിന്. നിങ്ങളുടെ ടെക്സ്റ്റ് തൊട്ടാ മതി. ക്യാപിറ്റൽ ലെറ്റർ M ഏതാണെന്ന് തൊട്ട് കാണിച്ചേ. This. Small letter M തൊട്ടോ. Okay, very good. അപ്പം നമ്മൾ M വെച്ച് എന്തൊക്കെ പഠിച്ചു? M for monkey. Monkey എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽ ആണോ വൈൽഡ് ആനിമൽ ആണോ? എവിടെയാ മങ്കിയെ കാണുന്നത് നമ്മള്? ജിങ്കിളിലാണ് അല്ലേ? വൈൽഡ് ആനിമൽ ആണ് അല്ലേ? M for monkey. M for mug. Mug. M for mug.
M for mango. King of the fruit അല്ലേ? M for mango. പിക്ചർ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. M for motorcycle. M for motorcycle. M for moon. മൂണിനെ എവിടെയാണ് നമ്മൾ കാണുന്നത്? സ്കൈയിൽ അല്ലേ? എവിടെയാണ് നമ്മൾ കാണുന്നത് മൂണിനെ? സ്കൈയിൽ, ആകാശത്ത് അല്ലേ? M for moon. M for mat. M for mat. M for medicine. മെഡിസിൻ നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്? നമുക്ക് ഇൽനെസ് വയ്യായികൊക്കെ ഉള്ളപ്പോഴാണ് അല്ലേ? ഫീവർ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് അല്ലേ? M for medicine. M for mask. M for mask. Okay, clear ആണല്ലോ? എല്ലാരും ടീച്ചറിനോടൊപ്പം പറയണം, എന്നാലേ നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റൂ. എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് അറിയണമെങ്കിൽ ടീച്ചറിനോടൊപ്പം പറഞ്ഞു തരണം. ഓക്കെ, നെക്സ്റ്റ് M after N. My letter N. Capital letter N and small letter n. കണ്ടല്ലോ? My letter N. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ന്യൂ വേർഡ്സ് ആ പഠിച്ചേ? N for nurse. N for nurse. N for necklace. N for necklace. N for nose. എല്ലാരും nose ഒന്ന് തൊട്ട് കാണിച്ചേ. Nose. N for nose. Okay, next N for needle. N for needle. Okay, N for newspaper. N for newspaper. Okay, next N for net. N for net. N for nuts. N for nuts. N for nail. N for nail. Okay, next എന്താണ്? My letter O. എടുത്തോളാം. My letter O. Capital letter O and small letter O. My letter O. O for ox. O for ox. ടെക്സ്റ്റ് നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. O for ostrich. O for ostrich. O for orange. O for orange. Orange എന്താണ്? ഫ്രൂട്ട് ആണ് അല്ലേ? ഒരു ഫ്രൂട്ട് ആണ്. Okay. O for octopus. O for octopus. Octopus നമ്മൾ എവിടെയാ പഠിച്ചത്? ഓർമ്മയുണ്ടോ? octopus നമ്മൾ എവിടെയാ പഠിച്ചത്? വാട്ടർ ആനിമൽസ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വാട്ടർ ആനിമൽസിൽ നമ്മൾ octopus പഠിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് O for olive. O for olive. O for otter. O for otter. Okay, next my letter P. My letter P. എടുത്തോ പേജ്. നെക്സ്റ്റ് പേജ് അല്ലേ? തൊട്ടടുത്ത പേജ് അല്ലേ? Okay, my letter P. Capital letter P യും small letter P. Okay, P വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? P for parrot. P for penguin. P for penguin. P for peacock. P for peacock. P for papaya. P for papaya. Papaya നമ്മൾ ഫ്രൂട്ട്സിൽ പഠിച്ചതാ അല്ലേ? P for papaya.
P for potato. P for potato. P for peanuts. P for peanuts. P for pizza. P for pizza. And P for pencil. P for pencil. ടെക്സ്റ്റ് നോക്കി പറയണം കേട്ടോ. അപ്പൊ ആ പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. പിക്ചർ നോക്കി ടീച്ചർ പറയുമ്പോൾ പിക്ചർ നോക്കി എല്ലാവരും പറയണം കേട്ടോ, ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടേ. ഓക്കെ, മൈ ലെറ്റർ Q. എന്താണ് മൈ ലെറ്റർ Q? ക്യാപിറ്റൽ ലെറ്റർ Q ആൻഡ് സ്മോൾ ലെറ്റർ Q. Q വെച്ച് നമ്മൾ എന്തൊക്കെയാണ് വേർഡ്സാ പഠിച്ചത്? Q വെച്ച് എല്ലാവർക്കും ഇത്തിരി പാടാണ് അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇനി എല്ലാ ക്ലാസ്സിലും പറയുമ്പോൾ എല്ലാവരും പഠിച്ചോളൂ. ഓക്കെ, Q for quilt. Q for quilt. Q for queen. Q for queen. Q for quiver. Q for quiver. Q for quiet. മിണ്ടാതിരിക്കാൻ നമ്മൾ പറയില്ലേ, ടീച്ചർ കണ്ടോ? Q for quiet. Q for quiet. Q for cool. Q for cool. Q for quarter. Q for quarter. And Q for cock. Cock. Okay. Next അടുത്ത പേജ് my letter R. Say loudly. ഒക്കെ പറയൂ, ടീച്ചർ കേൾക്കട്ടെ. My letter R. Capital letter R and small letter R. ഓർ വെച്ച് നമ്മൾ ന്യൂ വേർഡ്സ് പഠിച്ചില്ലയോ? പറയാം നമുക്ക്. ഓക്കെ, R for robot. R for robot. R for rabbit. R for rabbit. R for rainbow. R for rainbow. R for rose. R for rose. R for rocket. R for rocket. R for radish. R for radish. Okay, R for radio. R for radio. And R for ribbon. R for ribbon. Okay, അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് നമ്മൾ സെക്കൻഡ് ടൈമിലെ ലെറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി ലെറ്റേഴ്സ് തേർഡ് ടൈമിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പം 6 വരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആക്ഷൻ വേർഡ്സ് പഠിച്ചു അല്ലേ? ഡു ആൻഡ് സേ. ഏതൊക്കെ ആക്ഷൻ വേർഡ്സ് ആണ് നമുക്ക് പറയാം. ഓക്കെ, അതിന് മുന്നേ ഓൾവേസ് സ്റ്റാൻഡ് അപ്പ്. ബോഡി ഒക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് എല്ലാവരും ഷേക്ക് ചെയ്തോ? ഓക്കെ, ഇനി നല്ലൊരു ചിരി ഇരിച്ച എല്ലാവരും. ഓക്കെ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പം നമ്മൾ ആക്ഷൻ വേർഡ്സ് ഡു ആൻഡ് സേ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? പുഷ്, pull, hit, jump, hold, smell, yarn, bite, skip, lick, hop, leap. ഇത്രയും ആക്ഷൻ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ സ്വന്തം GK ആണ് ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളുടെ GK. അപ്പൊ GK എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളുടെ സെക്കൻഡ് ടൈം GK ആണ് നമ്മളുടെ എക്സാമിന് വരുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്കൻഡ് ടൈം GK എന്നാ. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കണ്ടേ? എല്ലാവർക്കും പഠിക്കണോ? യെസ് ഓർ നോ? യെസ്. ഫുൾ മാർക്ക് മേടിക്കണോ GKക്ക്?
ഫുൾ മാർക്ക് മേടിക്കണം എല്ലാവർക്കും. യെസ്, ഒരു മാർക്ക് പോലും കൊണ്ട് കളയരുത്. ഓക്കെ, അപ്പൊ എന്താ വേണ്ടുന്നത്? ടീച്ചർ GK പറയുമ്പം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. നമുക്ക് കുറെ കൺഫ്യൂഷൻ വരുന്ന GK ആണല്ലേ സെക്കൻഡ് ടൈമില്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി. എല്ലാവരും ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ശ്രദ്ധിക്കണം, അതിനുശേഷം ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ ടീച്ചർ ചോദിക്കും, ആൻസർ നിങ്ങളാണ് പറയേണ്ടത്, ടീച്ചർ അല്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which is the largest animal in the world? Largest animal ഏതാണെന്നാണ് ടീച്ചർ ചോദിച്ചത്. which is the largest animal in the world? ആൻസർ പറഞ്ഞോ. ബ്ലൂ വെയിൽ. ഒന്നുകൂടെ പറഞ്ഞേ, ബ്ലൂ വെയിൽ. okay, which is the largest animal in the world? ബ്ലൂ വെയിൽ. okay, clear ആണല്ലോ. yes. what does the heart pump? എന്താണ് heart pump ചെയ്യുന്നത്? what does the heart pump? എന്താണ്? blood. എന്താണ്? blood. ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചതിന് ശേഷം ആൻസർ പറയാം. okay, next, which is the smallest bird? smallest bird. which is the smallest bird? ഏതാണ് smallest bird? ഏതാണ്? hummingbird. which is the smallest bird? answer, hummingbird. okay, next, which is the biggest bird in the world? ഏതാണ് ബിഗ്ഗസ്റ്റ്? സ്മോളസ്റ്റ് നമ്മൾ ഹമ്മിങ് ബേർഡ് പറഞ്ഞു. ബിഗ്ഗസ്റ്റ് ബേർഡ് ഏതാണ്? നമ്മൾ മാത്സിൽ പഠിച്ച, ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ ബിഗും സ്മോളും പഠിച്ച സമയത്ത് എന്താ നമ്മൾ പഠിച്ചത്? ഓസ്ട്രിച്ച്. ഏതാണ്? ഓസ്ട്രിച്ച് അല്ലേ? which is the biggest bird in the world? answer, ostrich. okay, next, which is the largest desert in the world? largest desert. മരുഭൂമിയാണ് ടീച്ചർ ചോദിച്ചത്. ലാർജസ്റ്റ് ഡിസേർട്ട് ഏതാണ്? സഹാറ. സേ സഹാറ. okay, next, name the largest vehicle. largest vehicle ഏതാണ്? ട്രെയിൻ. ആലോചിച്ചിട്ട് പറയണം കേട്ടോ. okay, next, name the king of the jingle. name the king of jingle. അല്ലെങ്കിൽ name the king of forest. ആരാണ്? lion. name the king of forest. answer, lion. എല്ലാവർക്കും അറിയാലോ അല്ലേ? okay, name the queen of flowers. ഏതാണ് queen of flowers? flowers എന്താണ്? പൂക്കൾ അല്ലേ? queen of flower ഏതാണ്? rose. okay, queen of flowers. name the queen of flowers. answer, rose. okay, next, name the king of fruit. പഴങ്ങളുടെ രാജാവ് ആരാണ്? name the king of fruit. mango. answer, name the king of fruit. answer is mango. okay, next, name the king of bird. king of bird. പക്ഷികളുടെ ഏതാണ്? eagle. answer, eagle. okay, next, who is known as Bapu? answer, Mahatma Gandhi. who is known as Bapu? Mahatma Gandhi. okay, next, which is the festival of colors? festival of colors. answer, Holi. answer is Holi. okay, next, how many letters are there in alphabet? how many letters? 26. how many letters are there in alphabet? answer, 26. okay, next,
നെക്സ്റ്റ് who treats us when we are sick? നമുക്ക് അസുഖം വരുമ്പം നമ്മൾ ആരാണ് ശുശ്രൂഷിക്കുന്ന ആരാണ്? ഡോക്ടർ. Who treats us when we are sick? Answer doctor. Okay. Who bring letters at home? Who bring letters at home? Postman. കണ്ടിട്ടുണ്ടോ പോസ്റ്റ്മാൻ ലെറ്റർ ഒക്കെ വീട്ടിൽ കൊണ്ടുവരുന്നേ? കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പം who bring letters at home? Postman. Okay, next. Who repair pipes? Pipes ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആരാണ്? Plumber. Answer plumber. Okay, next. Who repair electric items? Electric items റിപ്പയർ ചെയ്യുന്ന ആരാണ്? Electrician. Electrician. Okay, next. Who constructs building and homes? കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നിർമ്മിക്കുന്ന ആരാണ്? Mason. അല്ലേ? Who constructs building and homes? Mason. Okay, Mason. Okay, next. Who repairs shoe? Shoe repair ചെയ്യുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? Cobbler. Who repair shoe? Answer cobbler. Okay, next. Who cares sick people in hospital? Hospital. ആരാണ്? Nurse. Answer nurse. Who take care of garden? Gardener. Who take care of garden? Gardener. Okay, next. Who teaches us the lesson? ആരാ നിങ്ങളെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആരാ? Who teaches us the lesson? Teacher. Okay, name the holy book of Muslims. Answer Quran. Name the holy book of Muslims. Answer Quran. Okay, next. Which is the longest river in the world? Longest river. Nile. Next question. Who invented radio? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടീച്ചർ ചോദിക്കുന്നത് who invented radio? റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്നാണ്. ആൻസർ മാർക്കോണി. Who invented radio? ടീച്ചറിനോടൊപ്പം ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പറഞ്ഞേ. Who invented radio? Answer മാർക്കോണി. ഒന്നുകൂടെ പറയാം. Who invented radio? മാർക്കോണി. Who invented radio? മാർക്കോണി. Okay, next. ക്വസ്റ്റ്യനും പറഞ്ഞോ. Who invented telephone? Who invented telephone? Answer Alexander Graham Bell. Alexander Graham Bell. ഒന്നുകൂടെ പറയാം. Who invented telephone? Who invented telephone? Alexander Graham Bell. Okay. Next, ടീച്ചറിനോടൊപ്പം ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു കേട്ടോ. Who invented aeroplane? Who invented aeroplane? Who invented aeroplane? Wright brothers. Answer Wright brothers. ഒന്നുകൂടെ പറഞ്ഞോ ടീച്ചറിനോടൊപ്പം. Who invented aeroplane? Who invented aeroplane? Wright brothers. Okay, next. Who invented telescope? Who invented telescope? Telescope കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ. ആൻസർ ഗലീലിയോ. ഒന്നുകൂടെ ടീച്ചറിനോടൊപ്പം പറഞ്ഞേ. ക്വസ്റ്റ്യൻ പറഞ്ഞേ. Who invented telescope?
Answer Galileo. Okay, next. Name the Holy Book of Hindu. Name the Holy Book of Hindu. Bhagavad Gita. Bhagavad Gita. Okay, next. How many months in a year? How many months in a year? എത്ര month ആണ്? 12. How many months in a year? 12 months. Okay, next. Where is the gateway of India? Where is the gateway of India? Answer Mumbai. Where is the gateway of India? Answer Mumbai. Okay, next. What is the name of our planet? Earth. What is the name of our planet? Earth. Okay, next. Which is the highest mountain? Which is the highest mountain? Mount Everest. Mount Everest. Which is the highest mountain? Mount Everest. Okay, next. Where is the India Gate? Where is the India Gate? Answer New Delhi. Okay, where is the India Gate? Where is the India Gate? Answer New Delhi. Okay, next. What is the shape of cricket ball? What is the shape of cricket ball? Round. Okay, next. What does cow give us? Answer milk. Okay, what does cow give us? Cow നമുക്ക് എന്താ തരുന്നത്? Milk. What does cow give us? Milk. Answer. Next, what is the time for bed? ഏത് ടൈമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈം ഏതാണ്? Night. Okay, answer night. Okay, what is the time for bed? What is the time for bed? Answer night. Okay, next. Which is the common bird? ഏതാണ് common bird? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു bird ഏതാണ്? Crow. Okay, next. Which is the colorful insects ഏതാണ്? Colorful insect. Butterfly. നല്ല ഭംഗിയല്ലേ ബട്ടർഫ്ലൈ കാണാൻ? ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? Which is the colorful insects? Answer butterfly. Which is the colorful insect? Which is the colorful insect? Answer butterfly. Next, where is the India Parliament located? New Delhi. Where is the India Parliament located? Where is the India Parliament located? Answer New Delhi. See, New Delhi. Okay, next. Which is the largest organ? Which is the largest organ? Answer liver. Okay, last one. Which is the land of rivers? Which is the land of rivers? Punjab. Answer Punjab. ഒന്നൂടെ ടീച്ചർ ക്വസ്റ്റ്യൻ പറയാം. Which is the land of rivers? Answer Punjab. Okay, അപ്പോൾ GK എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ GK? അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ടൈം GK ആണ് കേട്ടോ. ഈ GK ആണ് നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിന് വരുന്ന GK ആണ്. ഓക്കെ, നമ്മൾ മാത്സ് എവിടെ വരെ പഠിച്ചത്? 1 to 20 വരെ നമ്മൾ പഠിച്ചു അല്ലേ? 1 to 20 വരെ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മളെ ടീച്ചർ എന്താ പറഞ്ഞ മാത്സ് എഴുതുന്ന സമയത്ത് നല്ല ഉറക്കെ പറഞ്ഞ് എഴുതണം 1 2 3 കേട്ടോ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. എല്ലാരും ഉറക്കെ പറഞ്ഞോ. 1 2
3 4 5 5 after orka para digit engite 5 after 6 പറഞ്ഞു തന്നോ ടീച്ചർ എഴുതാം 7 8 9 ഈ 7 8 9 ഒക്കെ ടീച്ചർ ഈ നടക്ക് എന്നോട് അല്ല എഴുതുന്നേ ഓക്കേ 9 after 10 10 എങ്ങനെ എഴുതും നമ്മള് 1 0 10 1 0 10 10 after 11 11 എങ്ങനെ എഴുതുന്നേ പറഞ്ഞേ എങ്ങനെ 11 നമ്മൾ എഴുതുന്നേ 1 1 11 1 2 12 1 3 13 1 4 14 1 5 15 1 6 16 1 7 17 ടീച്ചർ എഴുതുന്ന തന്നെ എഴുതണം കേട്ടോ 1 8 18 1 9 19 19 after 20 20 എങ്ങനെ എഴുതുന്നേ 2 0 20 2 0 20 all of you stand up ടീച്ചർ പറയുമ്പോ ഉറക്കെ പറയണം കേട്ടോ ഓക്കേ സ്റ്റാർട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 okay sit down okay appo teacher ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മാത്സ് ആണ് പേജ് നമ്പർ 69 എല്ലാവരും എടുത്തല്ലോ ടെക്സ്റ്റ് കയ്യിലുണ്ടല്ലോ എല്ലാവരുടെയും കണ്ടോ ഈ പേജ് എടുത്തേ ഇവിടെ ഒരു പിക്ചർ ഉണ്ട് എടുത്തേ നമുക്ക് കുറച്ച് മാത്സ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ കണ്ടോ പേജ് എടുത്തോ എല്ലാവരും ഓക്കെ അപ്പൊ ഫസ്റ്റ് ഹോംവർക്ക് ആണ് കേട്ടോ ജോയിൻ ദ നമ്പേഴ്സ് ഫ്രം 1 to 20 വരെ ജോയിൻ ചെയ്ത് കൊടുക്കണം പെൻസിൽ എടുത്ത് ഇപ്പൊ വേണ്ട പെൻസിൽ എടുത്ത് നന്നായിട്ട് ഷാർപ്പ് ചെയ്തതിന് ശേഷം 1 പിന്നെ പറഞ്ഞങ്ങ് പോയാൽ മതി 2 3 4 5 6 അങ്ങനെ ജോയിൻ 20 വരെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് കാണാം കേട്ടോ ആരാന്ന് പറയണേ എല്ലാവരും ജോയിൻ ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം കണ്ടല്ലോ അപ്പൊ 1 to 20 വരെ ജോയിൻ ചെയ്യുമ്പോ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ആളെ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ നെക്സ്റ്റ് അതെല്ലാവരും ടീച്ചറിന് ചെയ്ത് അയച്ചു തരണം കേട്ടോ നെക്സ്റ്റ് കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദ സർക്കിൾസ് then match them with their correct numbers okay അപ്പോൾ എന്താ വേണ്ടുന്നത് നമുക്ക് ഇപ്പോ അങ്ങ് എഴുതാം ഇപ്പോ കൗണ്ട് ചെയ്തിട്ട് ഇപ്പോ തന്നെ നമുക്ക് എഴുതാം റെഡി ആണോ റെഡി ആണോ എല്ലാവരും ഇപ്പോ തന്നെ നമുക്ക് അങ്ങ് എഴുതാം ഓക്കെ അപ്പോൾ എല്ലാവരും പെൻസിലൊക്കെ എടുത്തോ
പേജ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും? എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ ആണ്. കൗണ്ട് ചെയ്യാം നമുക്ക്. ടീച്ചറുടെ ടെക്സ്റ്റ് കൗണ്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൗണ്ട് ചെയ്തോ. പെൻസിൽ വെച്ചിട്ട് കൗണ്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. 1 2 3 4 5 6 7. നമ്മൾ എത്ര കൗണ്ട് ചെയ്തത്? 7. അപ്പൊ ആ സർക്കിൾ നമ്മൾ എന്ത് എഴുതണം? 7 എഴുതണം. എഴുതിയോ എല്ലാവരും? 7. ടീച്ചർ പറഞ്ഞ് എഴുതാൻ പറയുന്നതിന്റെ കാര്യം, നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് 7 എഴുതണമെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു എഴുതുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് 7 എഴുതാൻ പറ്റും. എപ്പോഴും നമ്മൾ പറഞ്ഞ് എഴുതണമെന്ന് പറയുന്നത് അതാ ടീച്ചർ കേട്ടോ. ഇപ്പൊ 7 എഴുതിയല്ലോ എല്ലാവരും? ഓക്കെ, അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ കൗണ്ട് ചെയ്യേണ്ടത്? പെട്ടെന്ന് കൗണ്ട് ചെയ്യണോ അതോ പതുക്കെ കൗണ്ട് ചെയ്യണോ? പതുക്കെ കൗണ്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും കൗണ്ട് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. എന്ത് സ്പീഡാണെന്നറിയോ? അപ്പൊ എല്ലാവരും 7 എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് 1 2 3 4 5. എത്ര നമ്മൾ കൗണ്ട് ചെയ്തത്? 5. സർക്കിളിൽ എത്ര എഴുതണം നമ്മള്? 5. എല്ലാരും എഴുതിക്കോ. 5 എഴുതിയോ? 5. ഓക്കെ, നെക്സ്റ്റ് അതൊക്കെ കൗണ്ട് ചെയ്യണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. നമ്മൾ എത്ര കൗണ്ട് ചെയ്തേ? 12. 12 എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? 1 2 12. അതാ ടീച്ചർ പറഞ്ഞ് എഴുതണമെന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞ് എഴുതുന്നത് പ്രയോജനം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും കേട്ടോ. അപ്പം 12 1 2 12. ഓക്കെ, നെക്സ്റ്റ് 1 2 3 4 5 6. 6 ആണ് എല്ലാവർക്കും കിട്ടിയത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6. സർക്കിളിൽ എത്ര എഴുതണം നമ്മള്? 6. ഓക്കെ, എഴുതിയോ എല്ലാവരും? 6. അപ്പൊ ഇനി ജോലി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളിത് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ? 6 7 5 12. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ടീച്ചർ ഇപ്പൊ നമ്മൾ സർക്കിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാരും മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ സർക്കിൾ എഴുതിയിരിക്കുന്നതും ഇവിടുത്തെ നമ്പറും തമ്മിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് മാച്ച് ചെയ്യുന്നത് അത് ആ നമ്പേഴ്സിലോട്ട് മാച്ച് ചെയ്തിട്ട് ടീച്ചറിന് അയച്ചു തരണം. അയച്ചു തരുമല്ലോ എല്ലാരും? യെസ്, മനസ്സിലായല്ലോ? നമ്മളിപ്പം സർക്കിളില് കൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആ കൗണ്ട് ചെയ്ത് എഴുതിയ നമ്പറും ഇവിടെ മാച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണോ അത് മാച്ച് ചെയ്യിക്കണം. മാച്ച് ചെയ്യാൻ അറിയാലോ? യെസ്, നമ്മൾ മാച്ച് ചെയ്തിട്ടുള്ളതാ അല്ലേ? അപ്പൊ അത് മാച്ച് ചെയ്തിട്ട് ടീച്ചറിന് ഇത് 1 to 20 വരെ ഉള്ളതും അവിടെ ആരാണ്ട് ഒളിച്ചിരിപ്പുണ്ട്, ആ ഒളിച്ചിരിക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതും ഹോംവർക്കാണ്. മാച്ച് ചെയ്യുന്നതും ഹോംവർക്കാണ്. ചെയ്തിട്ട് ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, സെൻഡ് ചെയ്ത് തരുമല്ലോ? യെസ്, ഓക്കെ. അപ്പൊ ഇന്ന് ടീച്ചറിന്റെ മാത്സിൽ 1 to 20 വരെ 1 ടൈം എഴുതി എല്ലാവരും സെൻഡ് ചെയ്ത് തരണം കേട്ടോ. നമ്മൾ മാത്സ് ഒക്കെ നമ്മൾ എന്നും പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. പെട്ടെന്ന് മറന്നു പോകും കേട്ടോ. അതായത് GK എല്ലാം ടീച്ചർ പറയുമ്പോൾ ടീച്ചറിനോടൊപ്പം പറയണം എല്ലാവരും. GK ഒക്കെ പറഞ്ഞേ നമ്മൾ പഠിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ടീച്ചറിന് ഒരു വട്ടം പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് ടീച്ചർ പറയുമ്പോൾ ടീച്ചറിനോടൊപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ മാത്സ് 1 to 20 വരെ ബുക്കിൽ എഴുതിയിട്ട് ടീച്ചറിനെ സെൻഡ് ചെയ്ത് തരണം എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ കേഴ്സീവ് എവിടം വരെ പഠിച്ചത്? ആ ടു ന് വരെ. നമുക്ക് സൗണ്ട്സ് പറയാം. ഓക്കെ, all of you stand up.
ബോഡിയൊക്കെ ഒന്ന് ഷേക്ക് ചെയ്തേ. സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പൊ നമ്മള് സൗണ്ട്സ് പറയാൻ ടീച്ചറിനോടൊപ്പം എല്ലാരും പറയണം. ഓക്കെ, A says ah. A says ah. B says b. B says b. C says k. C says k. D says d. E says a. E says a. F says f. F says f. G says g. G says g. H says h. H says h. I says e. I says e. J says j. J says j. K says k. K. K says k. L says l. L says l. M says m. M says m. N says n. N says n. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ്, നമ്മൾ സ്ട്രോക്ക് എഴുതാൻ പഠിച്ചു അല്ലേ? കണ്ടല്ലോ, ലൈൻസ് ഒക്കെ ശ്രദ്ധിച്ചെഴുതണേ എല്ലാവരും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? A says ah. All of you say A says ah. Okay, B says b. B says b. Okay, C says k. C says k. Okay, D says d. D says d. E says a. E says a. F says f. Say, all of you say, F says f. Okay. G says, G ന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞേ എല്ലാവരും, ടീച്ചർ കേൾക്കട്ടെ. G says g. G says g. H says h. H ന്റെ സൗണ്ട് എന്താണ്? H says h. I says e. I says e. J says j. J says j. K says k. K ന്റെ സൗണ്ട് എന്താണ്? k. Or if you say loudly, K says k. L says l. L ന്റെ സൗണ്ട് എന്താ പറഞ്ഞേ? L says l. നെക്സ്റ്റ് എന്താ? M says m. M ന്റെ സൗണ്ട് എന്താ? M says m.
മ. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. N says N. 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 കണ്ടല്ലോ എല്ലാവരും? N says N. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരും കണ്ടല്ലോ എഴുതുന്നത്? അപ്പൊ ആ ടു ന് വരെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചോണം. ടീച്ചർ ഒരു കാര്യം പറയാൻ പോകുന്നത്. ടീച്ചറിന് രണ്ടുപേര് ടീച്ചർ അത് പറഞ്ഞ കണക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ടീച്ചറിന് ഇന്ന് മുതല് ടീച്ചറിന്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും ടീച്ചറിന് എവിടെ വരെ കേഴ്സീവ് പഠിപ്പിച്ചോ അതിന്റെ ഒരു 1 ടൈം. ഇന്നിപ്പോ ടീച്ചർ ആ ടു ന് വരെ 2 ടൈം എഴുതി ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരണം. പിന്നെ ഓരോ ദിവസം ക്ലാസ് വരാത്ത ദിവസങ്ങളിലൊക്കെ 1 ടൈം എഴുതി ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ആ ടു ന് വരെ കേട്ടോ. നമ്മൾ ഡെയിലി എഴുതിയില്ല എന്നുണ്ടെങ്കിൽ മറന്നു പോകും. നിങ്ങളുടെ സ്കൂളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഡെയിലി എല്ലാ ദിവസവും എവിടെ വരെ നമ്മൾ പഠിച്ചോ അവിടെ വരെ ടീച്ചർ എഴുതിപ്പിക്കും. എല്ലാ ദിവസവും എഴുതിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ടീച്ചറുടെ ക്ലാസ് വരുന്ന ദിവസം ടീച്ചർ പറയും ഇന്നിപ്പോ 2 ടൈം എഴുതി വയ്ക്കണം. ഓക്കെ, അല്ലാതുള്ള ദിവസങ്ങളിൽ 1 ടൈം എല്ലാ ദിവസവും ടീച്ചറിന് എഴുതി സെൻഡ് ചെയ്ത് തരണം. എന്താ? ആ ടു ന് വരെയും അതുപോലെ 1 to 20 വരെയും. ഓക്കെ, ഒരു 1 ടൈം എല്ലാ ദിവസവും എഴുതിയാലേ നമ്മൾ മറന്നു പോകാതിരിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ ടീച്ചറിന് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ടീച്ചറിന്റെ ഫോണിക് സോങ് നല്ലോണം ടീച്ചറിന് പാടി കേൾപ്പിച്ചു തന്നു കേട്ടോ. അരവിന്ദു ആരായിരുന്നു? അൻസിയെ നന്നായിട്ട് പാടി കേൾപ്പിച്ചു തന്നു. ടീച്ചറിന് നല്ലൊരു ക്ലാപ്പ് ഉണ്ട്. പിന്നെ ഇനി ടീച്ചർ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഫോണിക് സോങ് ചൊല്ലുമ്പോൾ ആക്ഷനും കൂടെ കാണിച്ചിട്ട് ടീച്ചറിന് ഇനി പാടി കേൾപ്പിക്കണം എല്ലാവരും. എന്നാലല്ലേ ഒരു ഭംഗി കാണുള്ളൂ. ടീച്ചർ കാണിക്കുന്ന ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഇനി എല്ലാവരും ഫോണിക് സോങ് ടീച്ചർ പറയുമ്പോൾ അങ്ങനെ പാടി കേൾപ്പിക്കണം. നമുക്ക് പാടി നോക്കാം. ഓക്കെ, ഓളൊക്കെ സ്റ്റാൻഡ് അപ്പ്. നമുക്ക് എണീറ്റ് പാടാം. ഓക്കെ, എല്ലാവരും എണീറ്റോ? എണീറ്റോ എല്ലാവരും? ഓക്കെ, നമുക്ക് പാടാം. ഓക്കെ, ants on the apple. Is the sound of the letter A. Sound എന്താണ്? നമ്മുടെ sound of the letter. Okay, it says ആണല്ലേ നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പാടാം. Ants on the apple. Is the sound of the letter A. Balls are bouncing. B is the sound of the letter B. Caterpillar coughing. K is the sound of the letter C. Dolls എങ്ങനെ ഡാൻസ് കളിക്കുന്നേ? Dolls are dancing. ഇങ്ങനെയൊക്കെ കാണിച്ച് പാടണം കേട്ടോ. Dolls are dancing. D is the sound of the letter D. Egg in the egg cup. A is the sound of the letter E. Fishes are floating. F is the sound of the letter F. Goats are giggling. G is the sound of the letter G. Helicopter hovering. H is the sound of the letter H. Ink in the ink pot. E is the sound of the letter I. Jokers are jiggling. J is the sound of the letter J. King did the kettle. K is the sound of the letter K. Lion licking lollipop. L
L is the sound of the letter L. Monkeys are munching. M is the sound of the letter M. Nana's nearly 90. N is the sound of the letter N. അപ്പോൾ ഇനി എല്ലാവരും ആക്ഷൻ പഠിക്കണം കേട്ടോ. എന്നിട്ട് ഇനി ടീച്ചർ പറയുന്ന സമയത്ത് ആക്ഷൻ കാണിച്ച് പാടിത്തരണം, എന്നാലേ ഭംഗി കാണുള്ളൂ കേട്ടോ. ടീച്ചർ കാണണ്ടേ നിങ്ങളൊക്കെ ആക്ഷൻ കാണിച്ച് പാടുന്നത്? നിങ്ങൾ നല്ല കുട്ടികളല്ലേ എല്ലാവരും? ആണോ? യെസ് വന്നോ? യെസ്. അപ്പൊ ഇനി ആക്ഷൻ കാണിച്ച് ടീച്ചറിന് പാടിത്തരണം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് 1 to 20 വരെ നമുക്ക് 1 ടൈം ബുക്കിൽ എഴുതുക. ആ ടു ന വരെ 2 ടൈംസ് എഴുതുക. പിന്നെ നമ്മുടെ ടെക്സ്റ്റിലെ മാത്സിന്റെ ഹോംവർക്ക് നമ്മൾ കൗണ്ട് ചെയ്ത് സർക്കിൾ എഴുതി വെച്ചിരിക്കുന്ന സെയിം നമ്പേഴ്സ് മാച്ച് ചെയ്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. പിന്നെ 1 to 20 വരെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, അയാൾ ആരാണെന്ന് കണ്ടുപിടിച്ച് ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പറഞ്ഞെഴുതുക. ഓക്കെ. താങ്ക് യു ഓൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഹാവ് എ നൈസ് ഡേ.